Welcome to the 18th lecture on Class 12 Physics. Today's topic is Unit 3, Chapter 5, Magnetism and Matter. Plus 2 Physics, Electricity, Unit 3, Chapter 5, Magnetism and Matter. That is the topic of discussion today. What is the first question? You see the diagram, it is a small magnet, bar magnet. The first question is, what is a bar magnet? A bar magnet may be considered as a collection of uniformly placed atomic magnets. Each atomic magnet is a tiny curved loop. അനേകം ചെറിയ അറ്റോമിക് മാഗ്നറ്റ് ഒരുമിച്ച് വെച്ചാൽ കളക്ഷൻ അതിനെ വിളിക്കുന്ന പേരാണ് ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അനേകം അറ്റോമിക് മാഗ്നറ്റ്സ് ഡൈപോൾസ് കൂടിച്ചേർന്നതാണ്. ഒരു അറ്റോമിക് മാഗ്നറ്റിനെ ഒരു ടൈനി കറണ്ട് ലൂപ്പായിട്ട് കരുതുക. എന്താണ് കറണ്ട് ലൂപ്പ്? അത് നമ്മൾ ഉടനെ ഡിസ്കസ് ചെയ്യും. കറണ്ട് ലൂപ്പ് ഈസ് എ ഡിവൈസ് ടു പ്രൊഡ്യൂസ് magnetic field, magnetic moment. So a bar magnet is a collection of tiny magnets which are called atomic magnets. In magnetism, a magnetic dipole is the simplest source of magnetic field. മാഗ്നറ്റിസത്തിൽ ഒരു മാഗ്നറ്റിക് ഡൈപോൾ, ചെറിയൊരു മാഗ്നറ്റിക് ഡൈപോളാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഏറ്റവും ചെറിയ സോഴ്സ്. A magnetic dipole is usually represented by a magnetic dipole moment. ഒരു മാഗ്നറ്റിൻ്റെ ഡൈപോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട അളവാണ്, ക്വാണ്ടിറ്റിയാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. The essential property, the important property of a magnetic dipole is its magnetic dipole moment. What is magnetic dipole moment? Moment of a magnet, or we call it as dipole moment. It is a product of the pole strength and the distance between the poles. ഒരു ബാർ മാഗ്നറ്റിൻ്റെ, ഷോർട്ട് ബാർ മാഗ്നറ്റിൻ്റെ കേസിൽ നമ്മൾ മൊമെൻറ്റ് ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി പോൾ സ്ട്രെങ്ത് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോൾസ്. ഒരു പോളിന് ഒരു ശക്തിയുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, അതും ഈ രണ്ട് പോൾ തമ്മിലുള്ള അകലം. ഒരു മാഗ്നറ്റിന് രണ്ട് പോൾ NS, അവ തമ്മിലുള്ള അകലവും പോൾ സ്ട്രെങ്ത് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് മൊമെൻറ്റ്. ഈ P is the pole strength of the magnet and 2L is the distance between the poles. Then the magnetic moment is given by small m is equal to P into 2L. മാഗ്നറ്റിൻ്റെ നീളം എപ്പോഴും 2L എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ 2L P കൊണ്ട് വിളിച്ചാൽ കിട്ടുന്നതാണ് മൊമെൻറ്റ്. The length of dipole is often written as 2L, where L is half length. Therefore, moment is equal to P into 2L, 2LP. P is the pole strength. P is measured in ampere meter and 2L is in meter. So the unit of magnetic dipole moment is ampere meter square, which is equivalent to Joule Tesla raised to -1. So there are two units for magnetic dipole moment. One is ampere meter square and the other is Joule Tesla raised to -1. ഒരു മാഗ്നറ്റിൻ്റെ പ്രധാനപ്പെട്ട ടേമാണ് മൊമെൻറ്റ്. അത് അളക്കുന്നത് ലെങ്തിൻ്റെ പോൾ സ്ട്രെങ്ത് യൂണിറ്റ് ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ജൂൾ ടെസ്ല റൈസ് ടു -1. Now we see another important term, which is the current loop. You know, we have seen a current loop is a small dipole. A current loop acts as a small magnet or a magnetic dipole. You see the figure, a circular conductor is given, a current I passes in the anti-clockwise direction. One face is north pole and the other face is south pole. The question is, explain a current loop
ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. ഒരു കറണ്ട് ലൂപ്പിനെ, ഒരു കറണ്ട് ക്യാരിങ് സർക്കുലർ കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? കൺസിഡർ എ കറണ്ട് ലൂപ്പ് ഓഫ് വയർ ക്യാരിങ് എ കറണ്ട് ഐ. ലൂപ്പിനകത്ത് ഐ കറണ്ട് പോകുന്നതായി കരുതുക. ഇറ്റ് ആക്ട്സ് എ ഡൈപോൾ. ലുക്കിംഗ് അറ്റ് ദി അപ്പർ ഫേസ് ദ കറണ്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. നമ്മൾ ഇപ്പുറത്ത് നോക്കിയാൽ ആൻറ്റി ക്ലോക്ക് കറണ്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. യു സി ദി ആരോ, ദ കറണ്ട് ഈസ് മാർക്ക്ഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ദി അപ്പർ ഫേസ് ഹാസ് നോർത്ത് പൊളാരിറ്റി. ആൻറ്റി ക്ലോക്ക് വൈസ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നോർത്ത് പൊളാരിറ്റിയാണ്. ദി ഓപ്പോസിറ്റ് സൈഡ് ഈസ് സൗത്ത് പൊളാരിറ്റി. മാഗ്നറ്റിന് 2 പോള്, നോർത്ത് പോൾ, സൗത്ത് പോൾ. അതുപോലെ കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് മൊമെന്റ് ഈസ് IA, കറണ്ട് ഏരിയ, വേറെ ഈസ് കറണ്ട് ആൻഡ് ഈസ് ദ ഫേസ് ഏരിയ ഓഫ് ദ ലൂപ്പ്. ഇപ്പോൾ ഡൈപോളിന്, ഈ കറണ്ട് ലൂപ്പിന് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് കൊടുക്കും. അത് കറണ്ട് ഇൻറ്റു ഏരിയ, ഫേസ് ഏരിയ ഓഫ് ദ ലൂപ്പ്, അങ്ങനെ അളക്കുന്നത് IA. അപ്പോൾ യൂണിറ്റ് ഇവിടെ എവിടെൻ്റാണ്? കറണ്ട് ആംബിയർ, ഏരിയ മീറ്റർ സ്ക്വയർ. അപ്പോൾ ആംബിയർ മീറ്റർ സ്ക്വയർ എന്നുള്ള യൂണിറ്റ് കിട്ടുകയും ചെയ്യും. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ കറണ്ട് ലൂപ്പ് ഈസ് M equal to IA, where I is in ampere, A is in meter square. Then we can say magnetic moment of a straight solenoid. A solenoid consists of a coil and a core is placed. When current is passed, one end will act as north pole and the other end will act as south pole. So we can see magnetic moment of a straight solenoid. ഒരു സോളിനോയിഡ് മാഗ്നറ്റായി പ്രവർത്തിക്കുമ്പോൾ, കറണ്ട് ഉണ്ടെങ്കിലേ മാഗ്നറ്റ് ആകുള്ളൂ. മാഗ്നറ്റായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ മൊമെന്റ് എന്താണ്? Magnetic moment of a straight solenoid. A current carrying straight solenoid acts as a magnet with the north pole at one end and south pole at the other end. Its magnetic moment is given by M is NIA, where N is the total number of turns and A is the area cross section, and you know it is current. അപ്പോൾ ഒരു സോളിനോയിഡ്, സ്ട്രെയിറ്റ് സോളിനോയിഡ്, അതിനകത്തൊരു കോറ്, ഒരു സോഫ്റ്റ്വെയർ കോറോ വല്ലതും വിശരിക്കും. കറണ്ട് ആയി പാസ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു മാഗ്നറ്റ് ആകും. ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടായിരിക്കും. അതിന് ഇക്വേഷൻ M is equal to NIA. അപ്പോൾ ഒരു ലൂപ്പേ ഉള്ളെങ്കിൽ IA, N ലൂപ്പിന് NIA. സോ മാഗ്നറ്റിക് മൊമെന്റ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് സോളിനോയിഡ് ഈസ് ഗിവൺ ബൈ M is equal to NIA. Next, we see an expression like electric dipole, torque on electric dipole. A similar expression we see here, torque on a magnetic dipole. So the heading is, subject is torque acting on a magnetic dipole. Like electric dipole, when a magnet N or a short magnetic needle is placed in a magnetic field of flux density B inclined at an angle theta to the field direction, it will experience a torque. And what is the torque? It is given by F is equal to MB sin theta. Torque is equal to MB sin theta. That we see here. So now you remember this much. When a magnetic dipole is placed in a field of flux density B inclined at an angle theta to the field direction, the magnetic dipole experiences a couple or torque. Torque is given by small m capital B sin theta. B is a field and small m is the dipole moment. And that we see here. In the figure, you see the figure. Ns is a bar magnet of length 12, pole strength P and moment M. It is placed in a uniform field of flux density. You read as flux density.
Flux density B inclined at an angle theta to the field direction. Force on north pole F is equal to PB. Force on south pole F, PB. These two forces are equal and they are opposite. Why these forces are opposite? Because one is north pole and the other is south pole. You know, two equal and opposite forces having different lines of action will constitute a couple. രണ്ട് തുല്യ വിപരീത ബലങ്ങൾ രണ്ട് പോയിന്റിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ ടോർക്ക് ഒരു കപ്പിൾ ഉണ്ടാക്കും. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു force F into the perpendicular distance SA. PB is the force. And you see, SA is the perpendicular distance. NS is magnet 12 and SA is the perpendicular distance between the line of action of the two forces. So, the torque or couple is equal to force into the perpendicular distance equal to PB into SA. SA is the distance. PB is the force. And from the triangle, we can see that SA is equal to 2 sin theta. You look at the figure. In the triangle SAN or ASN, sin theta is equal to opposite side by hypotenuse. SA by 12. The length of the magnet NS is 12. So SA is equal to 12 sin theta. SA is equal to 12 sin theta. We put here. Therefore, torque tau is equal to PB into 12 sin theta. 12P, we write it together. 12P into B sin theta. 12P, you know, it is moment. Dipole moment. Therefore, tau is equal to MB sin theta. So, tau is equal to MB sin theta. This expression for the torque. This torque is maximum when sin theta is 1. That is theta is 90. അപ്പോൾ ഈ ടോർക്ക് മാക്സിമം ആകുന്ന തീറ്റ 90 വരുമ്പോഴാണ് സൈൻ തീറ്റ സൈൻ 91 ആയിട്ട് മാറും. സോ maximum torque is equal to MB into 1 MB. If B is equal to 1, then tau is equal to M. That is another case. ബിയുടെ വാല്യൂ 1 യൂണിറ്റ് ആണെങ്കിൽ 1 ടെസ്ല ആണെങ്കിൽ ടോ എന്നുള്ളത് M ആയിട്ട് മാറും. ഇത് വെച്ച് ഈ മൊമെന്റിന് പുതിയൊരു ഡെഫിനിഷൻ കൊടുക്കും. Therefore, moment of a magnet can be defined as the torque acting on it when it is placed perpendicular to a unit uniform field. Field uniform ആണ്, പിന്നെ യൂണിറ്റ് ഫീൽഡ് ആണ്. B1 ആണ്, പെർപെൻഡിക്കുലർ തീറ്റ 90 ആകും. അപ്പോൾ ടോർക്ക് M ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു മാഗ്നറ്റ് അത് B1 യൂണിറ്റ് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ് പെർപെൻഡിക്കുലറായിട്ട്. അതിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ടോർക്ക് തുല്യമാണ് അതിൻ്റെ മൊമെൻറ്റ്. Moment can be defined as the torque acting on a magnet when it is placed perpendicular to a unit uniform field. ഒരു ബാർ മാഗ്നറ്റിൻ്റെ ഷോർട്ട് ബാർ മാഗ്നറ്റിൻ്റെ ഡൈപോളിൻ്റെ മൊമെൻറ്റിന് രണ്ട് ഡെഫിനിഷനാണ്. ആദ്യം പറഞ്ഞത് M is equal to 12P, ലെങ്തിൻ്റെ പോസ്റ്ററുണ്ട്. ഇപ്പോൾ പറയുന്നത് ഇറ്റ്സ് എ ടോർക്ക് ആക്ടിങ് ഓൺ ദി ഡൈപോൾ when it is placed perpendicular to unit uniform field. അങ്ങനെ രണ്ട് ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒന്ന് നേരിട്ടുള്ള ഡെഫിനിഷൻ 12P, രണ്ടാമത്തത് ഈ ടോ MB സൈൻ തീറ്റ വെച്ച് കണ്ടീഷൻ കൊടുക്കണം. B1 ആണ്, തീറ്റ 90 ആണെന്ന് കണ്ടീഷൻ കൊടുത്തുള്ള ഡെഫിനിഷൻ. സോ ദ സെക്കൻഡ് ഡെഫിനിഷൻ, ഐ റീഡ് ഇറ്റ് അഗെയിൻ. Moment of a magnet can be defined as the torque acting on it when it is placed perpendicular to a unit uniform field. Read it again. Moment of a magnet can be defined as the torque acting on it when it is placed perpendicular to a unit uniform field. Then there is another question relating this torque. You know, if there is a torque, there will be a potential energy on the dipole, magnetic dipole. Dielectric dipole,
There is much comparison between electric dipole and magnetic dipole. So we can see the torque is here mb sin theta though. So there is potential energy. The dipole has potential energy, and it can be proved that potential energy U is equal to minus mb cos theta. So two relation. The torque relation is tau is mb sin theta. The potential energy relation is U is equal to minus mb cos theta. The similar relation we see in electrostatics, where torque is equal to P sin theta. Potential energy is equal to potential energy term, that is equal to minus P cos theta. So in the place of M, we write P for electric field. In the place of B, we write E for electric field. The two relations, the two topics, you compare and study. So the potential energy of dipole placed in a field of induction B inclined at an angle theta is given by U is equal to minus mb cos theta. അപ്പോൾ രണ്ട് ഇക്വേഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്ന് ടോർക്കിൻ്റെ ഇക്വേഷൻ, അത് ടോ ഈസ് എം ബി സൈൻ തീറ്റ. രണ്ടാമത്തെ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ യു ഈസ് മൈനസ് എം ബി കോസ് തീറ്റ. അപ്പം ഇതിന് സമാനമായിട്ട് രണ്ട് റിലേഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഒന്നാമത്തെ ടോ ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റ. രണ്ടാമത്തത് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് പി കോസ് തീറ്റ. And we see a related problem. The first problem is for torque. A magnetic needle of moment 4.8 into 10 raised to minus 8 joule per Tesla is placed at 30 degree to the with the direction of uniform magnetic field 3 into 10 raised to minus 3 Tesla, I think. So power is power is 2. So you take the power. It is not much resolved. It is minus 2 power in both the cases. So here tau is equal to mb sin theta 4.8 into 10 raised to minus 2 into 3 into 10 raised to minus 2 sin 30. That is 7.2 into 10 raised to minus 2 Newton meter. The unit of torque is Newton meter. So this is a direct question. Tau is mb sin theta, m is put, b is put, sin theta, sin 30 1 by 2. Or multiplication 7.2 into 10 raised to minus 2. You check the powers. It is minus 2, I think. Next problem, it is for a potential energy calculation. A paramagnetic of moment 1.5 joule per Tesla has aligned with the direction of a uniform magnetic field of 0.22 Tesla. What is the amount of work required to turn the magnet so as to align its magnetic moment opposite to the field direction? Also calculate the torque on the magnet in this case. ഒരു മാഗ്നറ്റ് അതിൻ്റെ മൊമെൻ്റ് ഉണ്ട്, അത് ഒരു ഫീൽഡ് വെച്ചിരിക്കുകയാണ്. ആ ഫീൽഡ് 0.22 ടെസ്ലയുള്ള ഫീൽഡാണ്. അപ്പോൾ അതിനെ നമ്മൾ ടേൺ ചെയ്യണം, എൻഡ് ടു എൻഡ് ടേൺ ചെയ്യണം. എങ്കിൽ എത്രമാത്രം വർക്ക് ചെയ്യണം. അങ്ങനെ ടേൺ ചെയ്ത് വെക്കുന്ന ആ പൊസിഷനിൽ എത്ര ടോർക്ക് ഉണ്ട് എന്നും കണ്ടുപിടിക്കണം. That you know, the work done is equal to change in P. The work done is equal to change in P. So we find initial P, then we find the final P and subtract. We get the answer. So here we write the potential energy is equal to minus mb cos theta. Initial potential energy U1 minus 1.5 field into 0.22 minus 1.5 moment
0.22 the field into cos 0. Cos 0 is 1. On multiplication we get a minus 0.33 joule. And when the magnet is turned end to end, the new potential energy U2 is equal to, again the same equation, minus MP cos theta minus 1.5 into 0.22 into cos 180 degree. And you know cos 180 is minus 1. So we get a plus answer, 0.33 joule. Therefore, work done is equal to change in PE. Final PE minus initial PE. U2 minus U1. That is 0.33 minus 0.33. That is 0.66 joule. That is the answer. And you know, in the final position, theta is 180 degree. Therefore, torque tau is mb sine 180. Sine 180 is 0. So we get 0. In the final position, there is no torque. When we rotate the magnet, the work done is equal to total change in PE equal to 0.66 joule. അപ്പോൾ നമ്മൾ മാഗ്നറ്റ് കറക്കുമ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി വ്യത്യാസമാണ്. രണ്ടാമത്തേത് നാളത്തെ കുറച്ചാൽ മതി. Now we see another topic, another problem. A closely wound solenoid of 2000 turns and area cross section 1.6 into 10 raised to minus 4 meters square carrying a current of 4 ampere is suspended in a horizontal plane. What is the magnetic moment associated with the solenoid? What is the torque acting on the solenoid if a uniform magnetic field of 7.5 into 10 raised to minus 2 Tesla is set up at an angle of 30 degree with the axis of the solenoid? You read it again. The turns are given, the current is given, area of cross section is given, so we can find a moment by the relation. Solenoid M is NIA equal to 2000 into 4 into area 1.6 into 10 raised to minus 4. The answer is 1.28 ampere meter square. The problem is a direct one. And torque in this case, when it makes an angle 30, tau is mb sin 30, mb sin theta sin 30, sin 30 is half. Put m and b. The answer is 0.048 Newton meter. Now comes another important topic, that is magnetic field lines. It is similar to electric field lines. ഒരു മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കും. വാട്ട് ആർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? മെൻഷൻ എ ഫ്യൂ പ്രോപ്പർട്ടീസ്. ഇറ്റ് ഈസ് എ ലൈൻ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് which indicates the direction along which the magnetic force acts. മാഗ്നറ്റിക് ഫോഴ്സ് പ്രവർത്തിക്കുന്ന ഡയറക്ഷൻ, അതാണ് ഈ ഫീൽഡ് ലൈൻസ് കാണിക്കുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് കർവ് in a field such that tangent at any point on it gives the direction of the resultant field at that point. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വരച്ചാൽ ഒരു പോയിന്റിൽ ഇതിൻ്റെ ഡയറക്ഷൻ കാണാൻ അവിടെയുള്ള ലൈനിന് ഒരു ടാൻജന്റ് വരച്ചു കൊടുത്താൽ മതി. And it has lines have some properties. Properties number 1. We have marked in the figure a bar magnet lines start from north pole and end at south pole. So this is similar to the positive negative charge dipoles. In the case of dipole, we know lines start from positive charge. Here lines start from north pole. Lines, magnetic field lines start from north pole. Properties. They start from the north pole of the magnet and end at south pole. Number 2, at every point in a magnetic field, there will be a line of force. Number 3, no two lines of force will intersect. The property is known to you.
And now comes a similar theorem, Gauss theorem. Gauss theorem in magnetism. Actually, Gauss theorem is in electrostatics, and it is a like theorem. Gauss theorem like theorem. So it is also called a no-name theorem because Gauss contribution is in electrostatics. Here, the theorem appears like a Gauss theorem in electrostatics, so we call it as Gauss theorem in magnetism. It is also known as no-name theorem. പേരില്ല തിയറം എന്നൊരു പേരുണ്ട്. ആൻസർ: the statement, the surface integral of magnetic flux over a closed surface is zero. ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ച് ഓർക്കുക, അവിടെ പഠിക്കുന്നത് ഇത് സർഫസ് ഇന്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 1/ε0q എന്ന് പറയും. ടോട്ടൽ നോർമൽ ഇലക്ട്രിക്കൽ ഫ്ലക്സ്. ഇവിടെ ടോട്ടൽ നോർമൽ മാഗ്നറ്റിക് ഫ്ലക്സ് or surface integral of magnetic flux over a closed surface is 0. That is, phi is equal to surface integral B dot ds is equal to 0. 1/ε0q അല്ല, 0 ആണ്. But the reason? This is because monopole will not exist. The surface integral does not enclose an isolated pole. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ 0 വരുന്നതിന് കാരണം, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ സിംഗിൾ ചാർജിന് എക്സിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, തനിച്ച് നിൽക്കാനുള്ള കഴിവുണ്ട്. മാഗ്നറ്റിസത്തിൽ ഈ സിംഗിൾ പോൾ നോർത്ത് പോളായിട്ട് അല്ലെങ്കിൽ സൗത്ത് പോളായിട്ട് മാത്രം നിൽക്കില്ല. ഒരു മാഗ്നറ്റിനെ മുറിച്ച് ഒരു ഐസോലേറ്റഡ് പോൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഒരു മാഗ്നറ്റ് മുറിച്ച് നമുക്ക് 2 മാഗ്നറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ലൈൻസ് ക്ലോസ്ഡ് ആണ്, 2 പോളായിട്ട് ഇരിക്കുള്ളൂ, സിംഗിൾ പോൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ റൈറ്റ് സൈഡിൽ നമ്മൾ 0 കൊടുക്കുന്നത് ഇക്വേഷനകത്ത്. phi is equal to surface integral B dot ds is equal to 0. The reason is monopole will not exist. The surface integral does not enclose an isolated pole. ഒരു സിംഗിൾ പോൾ എന്നുള്ള കൺസെപ്റ്റ് മാഗ്നറ്റിസം ടോപ്പിക്കിനകത്ത് ഇല്ല. നേരെ മറിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ, ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പോസിറ്റീവ് ചാർജ് മാത്രം എടുക്കും, പിന്നെ നെഗറ്റീവ് ചാർജ് മാത്രം എടുക്കും. ഈ കേസിൽ നോർത്ത് പോൾ മാത്രം അല്ലെങ്കിൽ സൗത്ത് പോൾ മാത്രം എടുക്കാനാവില്ല. അതുകൊണ്ടാണ് phi is equal to surface integral B dot ds നമ്മൾ 0 എന്ന് കൊടുക്കുന്നത്. This is the Gauss theorem in magnetism. And with this, our lecture, the first part of the lecture on magnetism is over. We continue the topic with the magnetic moment of revolving electron. In the next class, we take the magnetic moment of an atom, the magnetic moment of a revolving electron in an atom in the next class. That is all. Thank you very much.